ഞാൻ ഇന്ന് അടൂർ സ്റ്റുഡിയോയിൽ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത്. അന്ന് മക്കളുമാർക്ക് ഹോസ്പിറ്റലിൽ പോകണം. അടൂർ ലൈഫ് ലൈനിലല്ലേ അവരെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി എല്ലാവരും കൂടെ സ്റ്റുഡിയോയിൽ കയറി. തസ്നിയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ ഏഴിൽ ഇതുവരെ പോയിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പോയി. തസ്നി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണേ. അങ്ങനെ അവളും മിച്ചായും ഞാനും സജിയും പിള്ളേരും എല്ലാവരുടെ കയറി. അവന്മാർ ചാടി കയറി തുണിയൊക്കെ നോക്കി ഭയങ്കര ഹാപ്പിയായിരുന്നു അവന്മാർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കി. പക്ഷേ എല്ലാം നല്ല സൂപ്പർ ഡ്രസ്സുകളാണ് ഉള്ളത് മൊത്തം. പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. 99 ലിപ് ഗ്ലോസിനൊക്കെ 99 അങ്ങനെയൊക്കെയുള്ള റേറ്റ് ഉള്ളായിരുന്നു. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എല്ലാം ചെരുപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ ഭംഗിയെന്നറിയാമോ. അതുമല്ല എല്ലാം എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ആരും അവിടെ വേറെ ഇതില്ലല്ലോ, നമുക്ക് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കി. ചെരുപ്പെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചതുള്ളതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ പോയില്ല. എല്ലാം ഞാൻ എടുത്തു നോക്കി. അവൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവളും വാങ്ങിച്ചില്ല. ചെരുപ്പൊക്കെ നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല 299 രൂപ 399 രൂപ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെരുപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വിലയ്ക്കനുസരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയത് ലിപ് ഗ്ലോസ് 3 എണ്ണം പിങ്കിൻ്റെ ആയിരുന്നു. 3 എണ്ണം ഒറ്റ കവറിനകത്ത്. അതും നല്ലതായിരുന്നു കേട്ടോ. അതിന് 99 രൂപ കണ്ട് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഹീലുള്ളതുണ്ട്, ഹീലില്ലാത്തതുണ്ട്, ഫ്ലാറ്റുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെരുപ്പുകളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ സൺസ്ക്രീമുകളുണ്ട്. പിന്നെ ഞങ്ങൾ മുന്നേ പോയതെന്ന് വെച്ചാൽ ഈ എന്തോ പറയുന്നത് നമ്മുടെ ടീഷർട്ടിൻ്റെ അടുത്തോട്ടൊക്കെ പോയി. അത് 199 രൂപ തൊട്ട് 599 രൂപയുടെ ടീഷർട്ടുകളുണ്ട്. പിന്നെ ഇപ്പം ഞാൻ നോക്കിയണൊക്കെ ഈ നമ്മുടെ ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് കൂടുതലും ഈ സ്റ്റുഡിയോയിലുള്ളത്. അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന, അതുമല്ല വിലക്കുറവുമാണ്, ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്കാണെങ്കിൽ ടോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളതും നോക്കി. ഇതിപ്പോൾ 299 രൂപയുടെ ടോപ്പാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞാൽ വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അവൾക്ക് വേണ്ടുന്ന പലാസോ പാൻറ്റായിരുന്നു. പക്ഷേ അവിടെ ഇല്ല. ഞങ്ങൾ ഒത്തിരിയും തിരഞ്ഞു നോക്കി. പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇനി വരുമ്പം നമുക്കൊന്ന് വരായിത്താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിഡ്സിൻ്റെ അടുത്തിലോട്ട് മുകളിലോട്ട് കയറിപ്പോയി. മുകളിലോട്ട് കയറിയിട്ട് അവന്മാരുമായിട്ട് മുകളിലോട്ട് ചെന്ന് ടോപ്പൊക്കെ നോക്കി. അതിനകത്തുനിന്ന് ഞാനൊരു ടോപ്പ് എടുക്കുകയും ചെയ്ത്. പിന്നെ കിഡ്സിൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ, കൊച്ചു പിള്ളേരാരും ഇല്ലല്ലോ, അവന്മാരെല്ലാം ഉള്ളു. അന്നേരം അവന്മാർക്ക് വലുതായിട്ട് പെൺപിള്ളേരൊക്കെ ആണെങ്കിലുള്ളൂ നമുക്ക് ഒരുപാട് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നത്. ആൺപിള്ളേരാകുമ്പോൾ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു നിക്കർ ഉടുപ്പ് അങ്ങനെയൊക്കെയല്ല ഉള്ളു. പെൺപിള്ളേരായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുമായിരുന്നു. നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നതും അല്ലാതെ പലാസോയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഉള്ള സൈസുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഞങ്ങൾ നേരത്തെ ഇന്നാളൊരു ദിവസം 2 മാസത്തിന് മുമ്പ് ഞങ്ങളൊന്ന് പോയായിരുന്നു. പക്ഷേ അവിടെ അന്നേരം അത്രയും സെലക്ഷൻ കുറവായിരുന്നു. അന്നേരം ഞങ്ങൾ ചോദിക്കുകയും പറഞ്ഞ് ഇപ്പോൾ വരാൻ സമയമാകുന്നതേ ഉള്ളൂ, മാസാവസാനമൊക്കെ അല്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കിഡ്സിൻ്റെ 2-3 ഉടുപ്പുകളൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കി. പിന്നെ അവൾ കുറച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ വന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ടോപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. എല്ലാവരും അടൂർ സ്റ്റുഡിയോ ഒന്ന് പോയി നോക്കണം കേട്ടോ. നമ്മുടെ ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ടോപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, പിന്നെ ബോയ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വിറ്റാമിൻ സിയുടെ ഒരു ഷീറ്റ് മാസ്കും വാങ്ങിച്ച്, ഒരു ടോപ്പും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോരുന്നു ഗൈസ്. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ.